ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നാളെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എക്സാം തുടങ്ങാണല്ലേ. ഏതാണ് എക്സാം? ഇംഗ്ലീഷ് ആണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. അപ്പൊ ഇംഗ്ലീഷ് ആയതുകൊണ്ട് മക്കൾ പേടിച്ചിരിക്കുകയാണോ? ഇംഗ്ലീഷ് പരീക്ഷയെ പേടിയുണ്ടോ കൂട്ടുകാർക്ക്? എങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. മക്കളുടെ പേടിയൊക്കെ മാറ്റാനായിട്ടാണ് ടീച്ചർ ഇപ്പൊ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ കൂട്ടുകാർക്ക് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൂട്ടുകാർ പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന്റെ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടുകാർക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നോക്കാം അല്ലേ. നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാ മക്കളും എന്ത് ചെയ്യണം, മുഴുവൻ മാർക്കും മേടിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് എന്ത് ചെയ്യാം, മക്കള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ പേരും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസൺ ആൻഡ് റൈറ്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ അത് ലിസൺ ആൻഡ് ഡ്രോ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെന്താ ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടീച്ചർ ചിലപ്പം ഒരു സ്റ്റോറി പറഞ്ഞു തരും. ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ട് എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനാണ് സാധ്യത കേട്ടോ. നമുക്ക് അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യണം, ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ, അതിൽ നിന്ന് ആ ആൻസേഴ്സ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഓരോ ചോദ്യത്തിൻ്റെയും ആൻസർ മക്കൾ ഓർത്ത് എഴുതണം കേട്ടോ. അപ്പൊ ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യും, ടീച്ചർ പറഞ്ഞാലോ ലിസൺ ആൻഡ് ഡ്രോ ആണ് വരിക എന്നുള്ളത്. അതും എങ്ങനെയാന്ന് വെച്ചാൽ മക്കൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, ഒരു ചിത്രം തരും. എന്നിട്ട് ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ആ ഒരു ചിത്രത്തിൽ നിറം നൽകാനും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളും വരച്ചു ചേർക്കാനും ഒക്കെ ആയിരിക്കും. അപ്പൊ എങ്ങനെയാ എന്നുള്ളത് ടീച്ചർ കൃത്യമായിട്ട് പറയാം കേട്ടോ. നമുക്ക് ഇപ്പം ഒരു ആനുവൽ എക്സാം കഴിഞ്ഞിരിക്കുക, അതായത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള LP ക്ലാസ്സുകാരുടെ ആനുവൽ എക്സാം കഴിഞ്ഞു, ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു. അപ്പൊ അതിന് എങ്ങനെയായിരുന്നു മക്കൾക്ക്, അല്ലെങ്കിൽ ഏത് സ്റ്റോറി ആയിരുന്നു പറഞ്ഞത് എന്നുള്ളത് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് ചോദിച്ചത് ലിസൺ ആൻഡ് റൈറ്റ് ആയിരുന്നു കേട്ടോ. എന്ത് ചെയ്തു, ടീച്ചർ ഒരു സ്റ്റോറി അങ്ങ് പറഞ്ഞു കൊടുത്തു. ആ സ്റ്റോറി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ മക്കൾ എന്ത് ശ്രദ്ധിക്കണം, ടീച്ചർ സ്റ്റോറി പറഞ്ഞു തരുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം പിന്നീട് നമുക്കത് വായിച്ചു നോക്കണം എന്ന് തോന്നിയാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു സ്റ്റോറി ഇല്ല. എപ്പോഴും നമുക്ക് ടീച്ചർ ആ സ്റ്റോറി പറഞ്ഞു തരണമെന്നില്ല. കൂടിപ്പോയാൽ 1-2 പ്രാവശ്യമേ ടീച്ചർ നമുക്ക് ആ ഒരു സ്റ്റോറി പറഞ്ഞു തരുള്ളൂ. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മക്കൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത് ടീച്ചർ പറയുന്ന ആ ഒരു സ്റ്റോറിയാണ്. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം ഈ ഒരു ആനുവൽ എക്സാമിന് ചോദിച്ച സ്റ്റോറി എന്താന്ന് വെച്ചാൽ, നമ്മുടെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള സ്റ്റോറി എന്താന്ന് വെച്ചാൽ, ഒരു കുട്ടി എന്ത് ചെയ്യാണ്, പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു, അവന്റെ പട്ടത്തിന്റെ കയറങ്ങ് അറ്റുപോയിട്ട് ആ പട്ടം പറന്നിട്ട് ഒരു ട്രെയിൽ പോയിട്ട് സ്റ്റക്കായി, ഒരു മരത്തിൽ പോയി കുടുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ അവൻ ഇതിപ്പോ എടുക്കാൻ എന്ത് ചെയ്യും നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു കാക്കയെ കണ്ടത്. കാക്കയ്ക്ക് ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സ്റ്റോറിയിൽ ചിന്നു എന്നുള്ള പേരുണ്ടായിരുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു, ആ ഒരു ചിന്നു എന്ന് പറയുന്ന കാക്കയെ കണ്ടു. എന്നിട്ട് കാക്കയോട് എന്ത് പറയാണ്, ആ ഒരു പട്ടം നീ എടുത്തു തരൂ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അവൾ എന്ത് ചെയ്തു, യാതൊരുവിധ മടിയും കൂടാതെ നമ്മുടെ കുട്ടിക്ക് എന്ത് ചെയ്തു, ആ ഒരു കയറ്റ് തിരിച്ചെടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ അതായിരുന്നു സ്റ്റോറി ഉണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ആരാണ്, നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ആ ഒരു കയറ്റ് കുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ട് അതിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കയറ് പൊട്ടിപ്പോയിട്ടാണ്, പിന്നെ കാക്ക വന്ന് കൊത്തിക്കൊണ്ടുപോയതാണ്, അത് നനഞ്ഞ് നശിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിലായിരുന്നു നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റോറിയിൽ ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്. ആ ഒരു പട്ടത്തിന്റെ കയറ് പൊട്ടിപ്പോയതായിരുന്നു അല്ലേ. അപ്പൊ അത് മക്കൾ എന്ത് ചെയ്യണം, ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഒന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ആരാണ് കുട്ടിക്ക് കയറ്റി തിരിച്ചെടുത്ത് കൊടുത്തത്, ആരാണ് പട്ടം തിരികെ അവന് കൊടുത്തത്, ആരായിരുന്നു മക്കളെ, നമ്മുടെ കാക്കയായിരുന്നു അല്ലേ, ക്രൗ ആണ്. അതിനൊരു പേര് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇത്തരത്തിലൊക്കെ ആയിരുന്നു നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ മക്കൾ എന്ത് ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു സ്റ്റോറി ടീച്ചർ പറഞ്ഞു തരികയാണെങ്കിൽ കൃത്യമായിട്ട് സ്റ്റോറി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ചിലപ്പോൾ മക്കൾക്ക് ഓപ്ഷൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതിയായിരിക്കും. അപ്പൊ അതൊന്നും മക്കൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒറ്റയ്ക്ക് എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആൻസർ ആയിരിക്കും. മക്കൾ ജസ്റ്റ് ഒന്ന് പിക്ക് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ ടീച്ചർ ഇവിടെ പറഞ്ഞു ലിസൺ ആൻഡ് ഡ്രോ എന്ന് പറയുന്ന ഒരു
ആക്ടിവിറ്റി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വരേണ്ടായിരിക്കാം. അവിടെ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ മക്കൾക്ക് എന്ത് തരും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ ഒരു ചിത്രത്തിന് നിറം നൽകാനും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ആ ഒരു ചിത്രത്തിലോട്ട് വരച്ച് ചേർക്കാനും ഒക്കെ ആയിരിക്കും നമ്മളടുത്ത് പറയണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അതില് ചിലപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ട്രീയുടെ പിക്ചർ തന്നു, അതുപോലെ തന്നെ ട്രീയുടെ പിക്ചർ അല്ലെങ്കിൽ ഒരു വീടിന്റെ പിക്ചറോ അങ്ങനെ എന്തെങ്കിലും മക്കൾക്ക് തന്നു. എന്നിട്ട് മക്കളടുത്ത് പറയാണ് ആദ്യം ആ ഒരു പിക്ചർ ട്രീക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കാനായിട്ട് പറയണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ആ കറക്റ്റ് ആയിട്ട് ഗ്രീൻ കളർ തന്നെ കൊടുക്കണം. പിന്നെ ഹൗസിന് ഏത് നിറമാണോ കൊടുക്കാനായിട്ട് പറഞ്ഞത് ആ നിറം തന്നെ വേണം നൽകാനായിട്ട്. അപ്പൊ ടീച്ചർ ഇനി ചിലപ്പം ആ ഒരു പിക്ചറിലേക്ക് കൂടുതൽ കാര്യങ്ങൾ വരച്ച് ചേർക്കാനൊക്കെ ആയിട്ട് പറയും. ചിലപ്പം ഏതെങ്കിലും വാഹനം വരച്ച് ചേർക്കാനോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വരച്ച് ചേർക്കാനോ അല്ലെങ്കിൽ ബേർഡ്സ് ഇങ്ങനെ പറന്നു പോകുന്ന രീതിയിലൊക്കെ വരച്ച് ചേർക്കാനൊക്കെ ആയിട്ട് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ ലിസൺ ആൻഡ് ഡ്രോയോ അല്ലെങ്കിൽ ലിസൺ ആൻഡ് റൈറ്റോ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം എപ്പോഴായാലും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിർദ്ദേശങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റോറി ആയിക്കോട്ടെ അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാനുള്ള സാധ്യതയില്ല. ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുക. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുക കേട്ടോ. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണല്ലേ. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മുഴുവൻ മാർക്കും ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ കൂട്ടുകാരെ, ഇനി രണ്ടാമത് പിന്നെ നമുക്ക് വരാവുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് ആണ് കേട്ടോ. എന്താണ് റീഡ് ആൻഡ് റൈറ്റ്? ഇവിടെയും എന്ത് തന്നെയാണ് സംഭവം, ഫസ്റ്റ് ലിസൺ ആൻഡ് റൈറ്റിലായിരുന്നോ. അപ്പൊ നമുക്ക് എന്ത് തരും, ടീച്ചർ സ്റ്റോറി പറഞ്ഞു തരികയാണ് ചെയ്യുക. ഈ റീഡ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും ആ ഒരു സ്റ്റോറി. ഒന്നെങ്കിൽ സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫോ തരും. എന്നിട്ട് അത് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താനായിരിക്കും പറയേണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പം കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമിൽ തന്നിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഒരു ഫാർമർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ഫാർമർക്ക് എന്ത് ചെയ്തു, അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു, അയാളുടെ സത്യസന്ധതയൊക്കെ കണ്ടിട്ട് അയാൾക്ക് ഒരുപാട് ഗോൾഡ് കോയിൻസ് എന്ത് ചെയ്തു, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അങ്ങനെ ഈ ഫാർമർ എന്ത് ചെയ്തു, സന്തോഷത്തോടെ അതെല്ലാം മേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോയി. അപ്പൊ വീട്ടിലോട്ട് പോയപ്പോൾ വൈഫ് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും അധികം ഗോൾഡ് കോയിൻസ് ഒക്കെ കിട്ടിയതെന്നുള്ളത്. അപ്പം എന്ത് ചെയ്തു, ഇതെനിക്ക് രാജാവ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അല്ലേ, എന്റെ സത്യസന്ധതയൊക്കെ കണ്ടിട്ട് രാജാവ് എന്താണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണെന്ന് ആരെടുത്ത് പറഞ്ഞു, വൈഫിന്റെ അടുത്ത് പറഞ്ഞു അല്ലെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ഒരു ഡിസിഷൻ എടുത്തു, ഒരു തീരുമാനം എടുത്തു. എന്താണ്, അവർക്ക് ഒരുപാട് ഗോൾഡ് കോയിൻസ് കിട്ടിയല്ലോ. അപ്പൊ ഇതെല്ലാം അവരുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ മറ്റ് നൈബേഴ്സിനും ഒക്കെ എന്ത് ചെയ്തു, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു, അവര് തീരുമാനിച്ചു. അതായത് മറ്റുള്ളവർക്ക് കൂടി എന്ത് ചെയ്യാന്, അവർക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഗിഫ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ട് അവർക്കൊക്കെ ഇത് കൊടുക്കുകയാണ്. അപ്പൊ അതായിരുന്നു ഒരു സ്റ്റോറി ഉണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തത്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും നമുക്ക് എവിടെ തന്നെ കിട്ടും, ആ ഒരു സ്റ്റോറിയിൽ നിന്ന് തന്നെ കിട്ടൂലേ. മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റോറി ഒന്നോ രണ്ടോ പ്രാവശ്യം നിർബന്ധമായിട്ടും വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോവാ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒട്ടുമിക്ക ഒരു 3 മുതൽ 4 മാർക്ക് വരെ നിങ്ങൾക്ക് ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഈസി ആയിട്ട് എല്ലാ കൂട്ടുകാർക്കും മേടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 1-2 ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്നുകൂടി മക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്കും കൂടി ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്നുള്ള 5 മാർക്കും മക്കൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റോറി മക്കൾക്ക് തരും, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. സ്റ്റോറി വായിച്ചിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അത് മക്കൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രവർത്തനമാണ് റീഡ് ആൻഡ് റൈറ്റ് എന്നുള്ളത്. കാര്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്തുണ്ടായിരിക്കും, അതിൻ്റെയൊക്കെ ആൻസർ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്കുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അതായത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ രണ്ടുപേർ തമ്മിലായിരിക്കുമല്ലോ സംഭാഷണം ഉണ്ടായിരിക്കുക. അപ്പം അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതിൽ വിട്ടുപോയിട്ടുള്ള ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് പൊതുവേ കോൺവെർസേഷൻ കണ്ടുവരാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം അതായത് ഇപ്പം കഴിഞ്ഞിട്ടുള്ള ആ ഒരു എക്സാമിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൊറോത്തിയുടെ ഒക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, വിസാർഡ് ഓഫ് ഓസ്, ഡൊറോത്തി, അതുപോലെ തന്നെ ടോട്ടോ ദി ഡോഗ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല അവരെ. അപ്പൊ ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കോൺവെർസേഷൻ വന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡൊറോത്തി എന്ത് ചെയ്തു, ഡൊറോത്തിയും ടോട്ടോയും ആ ഒരു ബിഗ് സ്റ്റോമിന് ശേഷം അവർ എവിടെ എത്തിപ്പെട്ടു, വേറൊരു ലാൻഡിൽ എത്തിപ്പെട്ടില്ലേ. അപ്പൊ അവിടുന്ന് അവർ ആരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിസാർഡ് ഓഫ് ഓസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്,
എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോകണല്ലേ, അവരുടെ വീട് എവിടെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു സ്ഥലത്തേക്ക് അവർക്ക് തിരിച്ചു പോകണം. അപ്പൊ അതിനെന്ത് ചെയ്തു, അവിടെയുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അതിന് കഴിയില്ല അല്ലെ, ഞങ്ങളെ കൊണ്ട് അതിന് പറ്റില്ല. പക്ഷെ ആർക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റും? വിസാർഡ് ഓഫ് ഓസ് അല്ലേ, നമ്മുടെ ഓസിലെ മന്ത്രവാദിക്ക് നിങ്ങളെ ഒരുപക്ഷെ സഹായിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ലാൻഡിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്, നമ്മുടെ ഡോറോത്തിയും അതുപോലെ തന്നെ ടോട്ടോനെയും ഒക്കെ ആ വിസാർഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് അല്ലേ. ആ സമയത്ത് നമ്മുടെ വിസാർഡ് എന്ത് പറഞ്ഞു, നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. എന്താണ് അവർ ചെയ്തത്? ആ ദുർമന്ത്രവാദിയെ അവരെന്ത് ചെയ്തു, കൊന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഡോറോത്തി കൊന്നിട്ടുണ്ടായിരുന്നു. അവര് ആ വീടും കൊണ്ട് ലാൻഡ് ചെയ്ത് വീണത് ആരുടെ മേലാണ്? ആ ദുഷ്ടനായിട്ടുള്ള മന്ത്രവാദിയുടെ മുകളിലായിരുന്നു വീണിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം എന്ത് ചെയ്തു, വിസാർഡ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്തു, നല്ലൊരു കാര്യം ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ലാൻഡിലുള്ള എല്ലാ ആളുകളെയും എന്ത് ചെയ്തു, എല്ലാ ആളുകൾക്കും ഫ്രീഡം കൊടുത്തു അല്ലേ, അവരൊക്കെ ഫ്രീ ആവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്തു എന്നൊക്കെ നമ്മുടെ വിസാർഡ് പറയാം. അങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു നമ്മുടെ വിസാർഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഡോറോത്തി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും മക്കളെ? പകരം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഡോറോത്തി എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഞങ്ങളെ വീട്ടിലോട്ട് അല്ലേ, ഞങ്ങളെ വീടിരുന്ന സ്ഥലത്തോട്ട് തിരിച്ചു കൊണ്ടാക്കണം എന്നായിരിക്കും നമ്മുടെ ഡോറോത്തി ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മുടെ വിസാർഡ് ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്രയും നല്ലൊരു പ്ലേസിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് തിരിച്ചു പോകുന്നത്? ആ ഡയലോഗ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ടീച്ചർ ഇടാട്ടോ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ. അപ്പൊ ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യാം മക്കൾ, ആ വീഡിയോ കൂടെ കാണുക കേട്ടോ. അപ്പൊ നമ്മുടെ വിസാർഡ് എന്താ ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്ലേസിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഡോറോത്തി എന്തായിരിക്കും മക്കളെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമ്മുടെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, എന്താണ്? നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മറ്റേതെങ്കിലും പ്ലേസ് ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല അല്ലേ. നമ്മളെ വീടിരിക്കുന്ന പ്ലേസ് ആയിരിക്കും നമുക്ക് ഏറ്റവും എപ്പോഴും ബെറ്റർ ആയിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അവൾ എന്ത് ചെയ്തു, അത് വിസാർഡിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം വിസാർഡിന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ വിസാർഡ് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഓക്കെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളെ ഞാൻ തിരിച്ച് പോകാനായിട്ട് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പം ആ ഒരു ചാപ്റ്ററിനായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ, കോൺവെർസേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കും ഈ ഒരു പ്രാവശ്യം ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺവെർസേഷൻ വരാനുള്ള സാധ്യതയായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഡോറോത്തിയും അതുപോലെ തന്നെ ടോട്ടോയും ലാൻഡ് ചെയ്തില്ലായിരുന്നോ, ലാൻഡ് ചെയ്ത സമയത്ത് ആ പ്ലേസിലുള്ള ആൾക്കാരെ കണ്ടില്ലേ, അപ്പം അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് എന്നുള്ളതൊക്കെ ആ ലാൻഡിലുള്ള ആളുകൾ ഇവരോട് അന്വേഷിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അത്തരത്തിൽ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഒരു പക്ഷേ പിന്നെ വരാൻ സാധ്യത എന്ന് വെച്ചാൽ നമ്മുടെ ഡോറോത്തിയും അതുപോലെ തന്നെ ടോട്ടോയും എന്ത് ചെയ്തു, തിരിച്ച് അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തി. ആ സമയത്ത് നമ്മുടെ ഡോറോത്തിയും അങ്കിളുമായിട്ടോ അല്ലെങ്കിൽ ഡോറോത്തിയും ഓണ്ടുമായിട്ടൊക്കെയുള്ള കോൺവെർസേഷൻ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ അത്രയാണ് നമ്മുടെ കോൺവെർസേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ലോഗൻസ് എഴുതാൻ കേട്ടോ. സ്ലോഗണോ അല്ലെങ്കിൽ പോസ്റ്ററോ ഒക്കെ ആയിട്ട് മക്കൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ള സ്ലോഗൺ എന്താന്ന് വെച്ചാൽ വേൾഡ് ബുക്ക് ഡേ വരികയാണ്. അപ്പം എന്ത് ചെയ്യുക, ബുക്കുകളുടെ ഇമ്പോർട്ടൻസിനെയും അതുപോലെ തന്നെ അത് വായിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താനായിട്ടുള്ള ഒരു സ്ലോഗൻ എഴുതാനായിരുന്നു നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, അത്തരത്തിൽ സ്ലോഗണോ അല്ലെങ്കിൽ പോസ്റ്ററോ ഒക്കെ വരികയാണെങ്കിൽ അത് എഴുതാനായിട്ടൊന്ന് തയ്യാറായിട്ട് പോവാം കേട്ടോ. പോസ്റ്ററൊക്കെ നമുക്ക് മിക്കപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ കുറേ പോസ്റ്റേഴ്സൊക്കെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ഈ സ്ലോഗൻസ് അതുപോലെ തന്നെ പോസ്റ്ററൊക്കെ എഴുതുന്ന സമയത്ത് മക്കൾ എന്ത് ശ്രദ്ധിക്കണം, നല്ല ഭംഗിയായിട്ട് വലിയ കോളത്തിനുള്ളിൽ അല്ലേ കുറച്ച് അക്ഷരങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, കുറച്ച് വലുപ്പം കൂട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ. പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ദി സോങ്. ആഡ് മോർ ലൈൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ദി സോങ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സോങ് തരും, അതിലോട്ട് കുറച്ച് ലൈൻസും കൂടി ആഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതും ഒട്ടുമിക്ക എല്ലാ കൂട്ടുകാർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ആഡ് മോർ ലൈൻ തരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സോങ്ങിൻ്റെ 4 ലൈൻസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കില്ലേ, അതിലേക്ക് പിന്നീട് ഒരു സ്റ്റാൻസയോ അല്ലെങ്കിൽ ഒരു 2 ലൈൻസൊക്കെ ആഡ് ചെയ്യാനായിരിക്കും പറയാം. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ ഒരു സോങ്ങിൽ ഇപ്പോൾ 4 ലൈൻസ് ആണ് തരുന്നത് വെച്ചാൽ അതിൽ ഒട്ടുമിക്കപ്പോഴും നമുക്ക് 2 ലൈൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ലൈൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് മക്കൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം.
ഒരു സോങ് കിട്ടുകയാണെങ്കിൽ ഇതിലേത് വരിയാണ് എനിക്കിനി പുതിയൊരു സ്റ്റാൻസ് എഴുതുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സോങ്ങിൽ ഒരു 1-2 വേർഡ്സ് മാറ്റിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പുതിയൊരു ഒരു സ്റ്റാൻസ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് എവിടെയാണ് മാറ്റേണ്ടത്, എന്ത് മാറ്റമാണ് അവിടെ കൊടുക്കേണ്ടത് എന്നാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിൽ എന്തായിരുന്നു ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ദൊറോത്തിയുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെയായിരുന്നു കേട്ടോ. കാര്യം എന്താണ്, നമ്മുടെ ദൊറോത്തിയും ടോട്ടോയും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ദൊറോത്തിയും ടോട്ടോയും നമ്മുടെ വീട്ടിൽ കയറി ഇരുന്ന് മുകളിലൂടെ അങ്ങനെ പറന്നു പോവാണ്. ആ പറന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അവർ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത്തരത്തിൽ തന്നെ അതുപോലെ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ വരിക എന്ന് വെച്ചാൽ മക്കൾ അവിടെ എന്ത് ശ്രദ്ധിക്കുക, അവർ ഈ വീട്ടിലിരുന്നു കൊണ്ട് എന്തിൻ്റെയൊക്കെ മുകളിലൂടെ പറന്നു പോയിട്ടുണ്ടായിരുന്നു മക്കളെ. നമ്മുടെ ചാപ്റ്ററിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്, ഓവർ ദി hills, over the mountain, over the field അല്ലേ, over the fallen trees അല്ലേ, മുറിഞ്ഞു വീണ മരത്തിന്റെ മുകളിലൂടെ, അതുപോലത്തെ വയലിന്റെ മുകളിലൂടെയും, over the stream അല്ലേ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ. അപ്പോൾ അതൊന്നും മക്കൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പോയം തരിക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മാത്രം മാറ്റിയാൽ മതി, ഓവർ ദി ഹിൽസ് ആണ് ആദ്യം തന്നതെന്ന് വെച്ചാൽ അത് മാറ്റിയിട്ടെടുത്തത് എന്ത് ചെയ്യുക, ഓവർ ദി ഫീൽഡ് എന്നുള്ള കാര്യം എഴുതുക. അപ്പോൾ ആ വേർഡുകളൊക്കെ ഒന്ന് ഓർത്ത് പോവുക കേട്ടോ. എവിടേക്കാണ്, ഇതിൻ്റെയൊക്കെ മുകളിലൂടെയാണ് അവർ യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതാണ് ആഡ് മോർ ലൈൻസിൽ വരിക. പിന്നെ മക്കൾക്ക് ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ജോബ്സ് പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. ജോബ്സും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ടൂൾസും നമുക്കറിയാം. അപ്പം അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, കുറേ ടൂൾസിൻ്റെ പിക്ചർ തന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അത് ആരതാണ്, ഏത് ജോബിൻ്റെതാണ് ആ ഒരു ടൂള് എന്നുള്ളത് മക്കളടുത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പിക്ചർ എന്തൊക്കെയാണ് തന്നതെന്ന് വെച്ചാൽ, അപ്പം ഒന്ന് ടീച്ചർ, എന്നിട്ട് അതിന് എന്ത് ചെയ്തു, ഒരു ബോർഡും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോർഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അഥവാ തന്നിട്ടുള്ള ടൂൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏതാണ് ആ ജോബ് എന്ന് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മക്കൾ എന്ത് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന ജോബ്സും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ് ഏതാ എന്നുള്ള കാര്യം അവരുടെ പേരുകളും മക്കൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഒന്ന് ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡോക്ടർ കേട്ടോ. ഡോക്ടറുടെ നിങ്ങൾക്ക് പിന്നെ കണ്ടാലും അറിയാം അല്ലേ, ടൂള് തന്നാൽ നിങ്ങൾക്ക് അറിയാം. അതുപോലെ സ്വീപ്പർ ഇല്ലേ, അപ്പോൾ അതിന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു സ്റ്റൂലൊക്കെ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അത് സ്റ്റൂലിൻ്റെ ഒരു പിക്ചർ തന്നിട്ട് അത് ഏത് ജോബാണ്, ഏത് ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂള് എന്നതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വീപ്പർ, പിന്നെ ഡ്രൈവർ കേട്ടോ. ഡ്രൈവർക്ക് എന്താ തന്നതെന്ന് വെച്ചാൽ ഒരു വാഹനത്തിൻ്റെ, എനിക്ക് തോന്നുന്നു കാറിൻ്റെയോ ജീപ്പിൻ്റെയോ അങ്ങനെ എന്തോ ഒരു പിക്ചറായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഏതാണ് ആ ജോബ്, അപ്പോൾ ഏതാണ് ഡ്രൈവർ കേട്ടോ. പിന്നെ പെയിൻറ്റർ, അതുപോലെ തന്നെ കാർപ്പൻ്റർ, ഇത്രയും ജോബ്സ് ആയിരുന്നു നമുക്കവിടെ എഴുതാനായിട്ടുണ്ടായിരുന്നത്. അപ്പം പ്രധാനമായിട്ടും മക്കൾ പഠിച്ചിട്ടുള്ള ജോബ്സും അവയുടെ ടൂൾസും എന്താണെന്നുള്ളത് മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയാണ് കൂട്ടുകാർ നിങ്ങളുടെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് ടീച്ചർ പറഞ്ഞല്ലോ, നമുക്ക് ഒട്ടുമിക്ക എല്ലാതും നമ്മുടെ ദൊറോത്തിയുടെ ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ഒരു ചാപ്റ്ററിന് കൊടുക്കുക. നന്നായിട്ട് തന്നെ ചാപ്റ്റേഴ്സൊക്കെ വായിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ടീച്ചർ എന്താ ചെയ്യുക, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മുടെ ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. മക്കൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറ്റുകയാണെങ്കിൽ ടീച്ചർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് ഇട്ട് തരാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക മക്കൾ, ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.